ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ബാവോ ബൺ റെസിപ്പിയാണ്. ഇതൊരു ചൈനീസ് വിഭവമാണ്. എന്നാലും ഇപ്പോൾ നമ്മൾ നാട്ടിലും കഫേകളിലൊക്കെ ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. മൈദ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1.25 കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് കോൺഫ്ലോറും ആവശ്യമുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ കപ്പ് 1/2 കപ്പിൻ്റെ കപ്പിലാണ് ഞാൻ എല്ലാം അളന്നെടുത്തത്. അതുകൊണ്ടാണ് 2-3 പ്രാവശ്യമായിട്ട് ഇടുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് ചേർക്കാം. ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ ഒന്ന് പുളിപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഇളം ചൂടുള്ള പാലാണ്. ഒരു 3/4 കപ്പ് പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാം. കുറച്ച് നന്നായിട്ട് തന്നെ ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കുഴക്കേണ്ടത്. ചപ്പാത്തി മാവിനേക്കാളൊക്കെ കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് ബ്രെഡിനൊക്കെ കുഴക്കുന്ന പോലെ ആണ് കുഴച്ചെടുക്കേണ്ടത്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ കുഴച്ചെടുക്കാം. ഇത്തിരി ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം കുറച്ചും കൂടെ സ്റ്റിക്കിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുത്ത് അതൊന്ന് കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കണം. 1 ടേബിൾ സ്പൂൺ മൈദ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.25 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത്ര പാല് ബാക്കി വന്നിട്ടുണ്ട്. 3/4 കപ്പ് പാലാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു 1/4 കപ്പിനേക്കാളും കുറച്ച് താഴെയായിട്ട് ബാക്കി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ എണ്ണ ഒന്ന് തടവി നന്നായിട്ട് കുഴച്ചത് നമുക്ക് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നന്നായിട്ട് പൊങ്ങി വന്ന് നല്ല സോഫ്റ്റായ മാവായി മാറുന്നവരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് പീസാണ്. അത് എല്ലില്ലാത്ത പീസ് ഏതായാലും കുഴപ്പമില്ല. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോയാ സോസ് ചേർത്തുകൊണ്ട് ഞാൻ ഉപ്പിൻ്റെ അളവ് കുറച്ചിട്ടാണ് ചേർത്തത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യാം. ഇതിൽ എന്തെങ്കിലും ഹേർബ്സൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇതൊരു 1/2 മണിക്കൂർ മാറ്റി വെക്കാം. സമയം ഉണ്ടെങ്കിൽ 1/2 മണിക്കൂർ വെക്കുക, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും വെക്കാം. അതിന് ശേഷം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ഞാൻ റിഫൈൻഡ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഓരോ പീസ് ആയിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചതുമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് തന്നെ കുക്കിംഗ് ടൈം കുറവായിരിക്കും. ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ 2 ബാച്ചസ് ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആദ്യത്തെ ബാച്ച് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാവ് കുഴച്ച് വെച്ചതാണ്. ഒരു 1.25 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ തന്നെ എൻ്റെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ കുഴക്കുക. കുറച്ച് പൊടി ഇട്ടിട്ടാണ് ഞാൻ കുഴച്ചത്. ഇനി നന്നായിട്ട് കുഴച്ചതിന് ശേഷം 2 പാർട്ടാക്കിയിട്ട് ഒരു പാർട്ട് ഒന്ന് പരത്തിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കുഴഞ്ഞ് കിട്ടണം. എന്നാലേ നല്ല ഫ്ലഫി ആയിട്ടുള്ള ബാവോ ബൺസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇതേപോലത്തെ ഒരു അടപ്പ് വെച്ചിട്ടാണ് ഇപ്പം ഷേപ്പ് ചെയ്തത്. കട്ടർ ഉണ്ടെങ്കിൽ കട്ടർ വെച്ചിട്ട് മുറിച്ചെടുക്കാം. ഈ ഒരു 1/4 ഇഞ്ച് തിക്നെസ്സിൽ എടുക്കണം. എന്നാലേ നന്നായിട്ട് തന്നെ ഫ്ലഫിയായി കിട്ടുള്ളൂ. അതിന് ശേഷം ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്യേണ്ടത്. നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ പിന്നെ ഒന്ന് മൈദ ആയതുകൊണ്ട് ഒന്ന് ചുരുങ്ങും. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പരത്തിയതിന് ശേഷം ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറും കൂടെ ഒന്നും കൂടെ പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. പൊങ്ങി വരുന്ന നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. നല്ല തിക്നെസ് ആയിട്ട് വരും. അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആവിയിൽ നമ്മൾ മടക്കിയിട്ടാണ് വേവിച്ചെടുക്കുക. ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓയിൽ പുരട്ടി കൊടുക്കുന്നത്. ഈ രീതിയിലാണ് നമുക്ക് പുഴുങ്ങിയെടുക്കേണ്ടത്. ഇനി നമുക്കൊരു സ്റ്റീമറിൻ്റെ തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഈ സമയം തന്നെ സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനും വെക്കണം. സ്റ്റീമറിൻ്റെ തട്ടിലും കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്.
കുക്കായി വരുമ്പം കുറച്ചും കൂടെ ഒന്ന് സൈസ് വലുതാവും. അതുകൊണ്ട് കുറച്ചൊന്ന് വിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാനും. അതിന് ശേഷം സ്റ്റീമറിൽ വെച്ച് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഓരോരുത്തരെയും ഫ്ലെയിമിനനുസരിച്ച് സമയം വ്യത്യാസം ഉണ്ടാവും സ്റ്റീം ചെയ്തെടുക്കാം. നന്നായിട്ട് കുക്കായി ഇങ്ങനെ പൊങ്ങി വരും. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഫ്ലഫിയായി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഫില്ലിങ്സൊക്കെ വെച്ച് കൊടുക്കാം. ഞാനിതിപ്പം റെഡിമെയ്ഡ് വാങ്ങിയ മയോണൈസാണ് എടുക്കുന്നത്. നിങ്ങളടുത്ത് പ്ലെയിൻ മയോണൈസാണ് ഉള്ളതെങ്കിൽ അതിലേക്ക് കുറച്ച് ചില്ലി സോസും കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് അതിൽ കുറച്ച് ഹെർബ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫില്ലിംഗ് ആയിട്ട് കിട്ടും. കുറച്ച് വെജിറ്റബിൾസും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ മയോണൈസ് തേച്ച് കൊടുക്കാം. ഫ്ലേവറുള്ള മയോണൈസ് ആയതുകൊണ്ട് ഒറിഗാനോ ഒന്നും ചേർത്തിട്ടില്ല. ഒറിഗാനോനൊക്കെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പിസ്സ സീസണിങ്സൊക്കെ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. അരിഞ്ഞ് വെച്ച ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം ക്യാപ്സിക്കം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫില്ലിങ്സൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ക്യാബേജ് വേണമെങ്കിൽ ക്യാബേജ് വെച്ച് കൊടുക്കാം. പിന്നെ ചിക്കനും ഒരു 2-3 പീസ് വെച്ച് കൊടുത്ത് എത്രത്തോളം നമുക്ക് വെക്കാൻ പറ്റുമോ അതിനനുസരിച്ച് വെച്ചതിന് ശേഷം കുറച്ചും കൂടെ മയോണൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില ചേർത്തിട്ട് അതിന് ശേഷം കുറച്ച് വെളുത്ത എള്ളും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് നമുക്ക് പുറത്തുനിന്ന് കഴിക്കുമ്പം കിട്ടുക. ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇപ്പോൾ ഓണം വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.